നിങ്ങൾക്ക് മുടി കൊഴിയാറുണ്ടോ? അലർജി അതിനൊരു കാരണമാണോ? അലർജിയുള്ള ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ട് മൂക്കൊലിപ്പ്, തുമ്മല്, അതുപോലെ തന്നെ മൂക്കടപ്പൊക്കെ അധികം ആളുകളും കാണിക്കാറുണ്ട്. ഈ അലർജിയും മുടി കൊഴിച്ചിലുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം അലർജിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ടാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ഹെയർ ഫോളിക്കിളിലും ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഹെയർ ഭയങ്കരമായിട്ട് കട്ടി കുറയുകയും കൂടുതലായിട്ട് മുടി കൊഴിച്ചിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അലർജിയുടെ ഭാഗമായിട്ട് പല പോഷകങ്ങളും നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അലർജിയുള്ള ആളുകൾ പല ഫുഡുകളും അലർജി കാരണം ഒഴിവാക്കാറുമുണ്ട്. അവർക്ക് ശരിക്കും പോഷകാഹാരക്കുറവ് നന്നായിട്ടുണ്ട്. ഇതെല്ലാം ഹെയർ ഗ്രോത്തിനെയും ഹെയർ ഫോളിലേക്കും പോകുന്നുണ്ട്. അലർജി ഉള്ളവർ പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം നന്നായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ഉറക്കക്കുറവും മുടി കൊഴിയാൻ വേണ്ടിയിട്ട് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അലർജി ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് കാണുന്നുണ്ട്. ഈ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണും കൂടുതലായിട്ട് ഉണ്ടാവുന്നു. ഈ ഹോർമോൺ കൂടുന്നതിലൂടെ തന്നെ ഹെയർ ഫോൾ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ചില സ്കിൻ അലർജി ഉള്ള ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പു അതുപോലെ തന്നെ കണ്ടീഷണേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുവഴിയും ഹെയർ കൂടുതൽ തിന്നാവുകയും ഹെയർ ഫോൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ അലർജി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. അയൺ, വിറ്റാമിൻ ഡി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രെസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. മെഡിറ്റേഷൻ, യോഗ, പ്രാണായാമം ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. അലർജിയുടെ ടെസ്റ്റുകളോടൊപ്പം തന്നെ പല കാരണങ്ങളും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളാണ്. സെറം ഫെറിറ്റിൻ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എത്രത്തോളം അയൺ സ്റ്റോറേജ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് അതുവഴി അറിയാൻ പറ്റും. വിറ്റാമിൻ ഡി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയ്ഡ് എന്തായാലും ചെയ്യേണ്ടതാണ്. കാരണം തൈറോയ്ഡ് ഉള്ള ആളുകളിലും അലർജിയോടൊപ്പം തന്നെ ഈ ഒരു ഹെയർ ഫോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിങ്കിന്റെ കണ്ടന്റ് നമ്മളെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റിനോടൊപ്പം ഇതും കൂടി കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും അലർജിയോടൊപ്പം ഹെയർ ഫോൾ ഉണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.